ഒരു ബർഗർ വരയ്ക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു ഓവൽ ഷേപ്പ് വരച്ചു. അതിനുശേഷം അതിൻ്റെ താഴേക്ക് വീണ്ടും ഒരു ലൈറ്റായിട്ടൊരു ഓവൽ ഷേപ്പ് വരയ്ക്കുകയാണ്. പക്ഷേ ജസ്റ്റ് ഒരു എന്താ പറയുക, ഒരു ഒറിജിനാലിറ്റിക്ക് വേണ്ടി ചെറിയൊരു വളവും തിരിവൊക്കെ വരച്ചു. അതിന് പാരലായിട്ട് വീണ്ടും ഒരു ലൈൻ വരയ്ക്കുക. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു എഡ്ജസ് പ്രോപ്പറായിട്ട് ഒരു സിലിണ്ടറിക്കൽ ഷേപ്പ് പോലെ നമ്മൾ മാർക്ക് ചെയ്യണം. എങ്കിലേ നമുക്ക് താഴത്തെ ആ ലെയറും ഏകദേശം ഒരു ലൈറ്റ് കളർ, ഒരു ലൈറ്റ് ഓവൽ പോലെ തന്നെ വരയ്ക്കണം. എന്നിട്ട് അതിൻ്റെ താഴത്തെ ഔട്ട്ലൈൻ, ആ ക്രസ്റ്റിൻ്റെ താഴത്തെ പോർഷനും കൂടെ നമ്മൾ വരയ്ക്കുകയാണ്. ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ പിന്നെ നമുക്ക് പതുക്കെ ലെയേഴ്സ് വരച്ച് തുടങ്ങാൻ വേണ്ടി പറ്റും. അപ്പോൾ ആദ്യത്തെ ലെയേഴ്സ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത് ലീവ്സാണ്. അപ്പോൾ ലീവ്സ് വരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് സിക്സ് ആഗ് പോലെ ജസ്റ്റ് ഇങ്ങനെ എന്താ പറയുക, ജസ്റ്റ് നമ്മൾ ആ ലെറ്റ്യൂസ് ലീവ്സ് എത്തുമ്പോൾ മാത്രമേ ഡിഫൈൻ ചെയ്തല്ലേ ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഫ്രീഡം ഉണ്ട്. ഇച്ചിരി ചുളിഞ്ഞ രീതിയിൽ, ചുളിവൊക്കെ വരുന്ന രീതിയിൽ നമ്മളൊരു ലീഫൊക്കെ വരച്ചു കൊടുത്തു. അത് കഴിഞ്ഞ് താഴെ നമ്മുടെ ടൊമാറ്റോയുടെ ലെയർ വരുന്നുണ്ട്. അപ്പോൾ അതിനൊരു ഹാഫ് സർക്കിൾ പോലത്തെ അതിൻ്റെ ബോർഡർ മാത്രം വരച്ചു കൊടുക്കുക, 2 എണ്ണം. ഏകദേശം ഇങ്ങനെ ഹാഫ് സർക്കിൾ പോലായി. ഇനി അടുത്ത ലെയർ എന്ന് പറയുന്നത് നമ്മൾ വരയ്ക്കാൻ പോകുന്നത് അതിൻ്റെ ചീസാണ്. അപ്പോൾ ചീസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ശരിക്കും അതൊരു സ്ക്വയറാണ്. നമ്മൾ പക്ഷേ അതിൻ്റെ എഡ്ജസ് മാത്രം കാണിക്കുള്ളൂ. ചീസിൻ്റെ തൊട്ട് താഴെ ആ കട്ട്ലറ്റ് അല്ലെങ്കിൽ പാട്ടി എന്ന് പറയുന്ന ആ പോർഷൻ, കട്ട്ലറ്റിൻ്റെ പോർഷൻ വെക്കുന്നുണ്ട്. അപ്പോൾ അത് ഏകദേശം ഓവൻ വരച്ചിട്ട് നമ്മളത് ഓവൽ പോലെ വരച്ചിട്ട് അതിനകത്ത് അത് പക്ഷേ ഒരു അൺഈവൻ സർഫസാണ്. അപ്പോൾ ഒരു അൺഈവനായിട്ട് ജസ്റ്റ് ഒരു റിഡ്ജസ് ഒക്കെ വരുന്ന പോലെ വരച്ചു. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു, അടുത്ത ലെയർ ഓഫ് ചീസ് വരയ്ക്കുകയാണ്. അടുത്ത ലെയർ ഓഫ് ചീസ് വളരെ സ്ലോലി ഇങ്ങനെ ട്രയാങ്കിളൊക്കെ വരച്ച് 2 ചീസ് ലെയർ വെച്ചു. അതിൻ്റെ താഴത്തെ നമ്മുടെ കട്ട്ലറ്റിൻ്റെ പോർഷൻ വരയ്ക്കുകയാണ്. അപ്പോൾ അത് ഇങ്ങനെ അൺഈവനായിട്ട് അതിൻ്റെ എഡ്ജസൊക്കെ ചുരുണ്ടൊക്കെ ഇരിക്കുന്ന രീതിയിൽ നമ്മൾ റിഡ്ജസൊക്കെ പോലെ വയ്ക്കുമ്പോഴത്തേക്കും നല്ല ഭംഗിയായിരിക്കും. ഏകദേശം അതും നമ്മൾ വരച്ചു. ഇതൊക്കെ വരയ്ക്കുമ്പോൾ നമ്മൾ ഒത്തിരി പ്രഷർ കൊടുക്കരുത് പെന്നിൽ. ഒത്തിരി ഇങ്ക് ഒരു ജസ്റ്റ് ഒരു ഫൈൻ ലൈനായിട്ട് നമ്മൾ ഷെയ്ഡിങ് കൊടുക്കുമ്പം മടങ്ങിയിരിക്കുന്ന പോർഷൻസിലൊക്കെ ഒരല്പം പ്രഷർ കൂട്ടി ഇച്ചിരി ഡാർക്കായിട്ട് നമ്മൾ എഡ്ജസ്റ്റും കാര്യങ്ങളൊക്കെ ഡാർക്കാകുക. ലെറ്റ്യൂസിൻ്റെ ലീഫ് വരയ്ക്കുമ്പോൾ നമുക്കറിയാം ലീഫിൻ്റെയൊക്കെ മണ്ടയ്ക്ക് കുഞ്ഞു കുഞ്ഞു ലൈൻസൊക്കെ ഉണ്ട്. അത് വരുന്ന ലീഫിൻ്റെ ഒരു ഇത് വരുന്ന രീതിയിൽ ജസ്റ്റ് ഒരു ലൈറ്റായിട്ട് പ്രഷർ വളരെ കൺട്രോൾ ചെയ്ത് വളരെ ലൈറ്റായിട്ട് നമ്മളിങ്ങനെ ഷെയ്ഡ് ചെയ്ത് ലൈൻസ് വരച്ച് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഒരു ടൊമാറ്റോയുടെ അകത്തെ സർക്കിളിനകത്തെ പോർഷനും അതിനുശേഷം നമ്മൾ ആ ടൊമാറ്റോയുടെ ആ ഒരു ഔട്ടർ എഡ്ജസ് നമ്മളിങ്ങനെ എന്താ പറയുക, ഇച്ചിരി അല്പം ഡാർക്കായിട്ട് വേണം. എന്നാൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ലൈറ്റ് വരച്ച് ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ പോലെ വരച്ച് കൊടുക്കുക. അത് കഴിഞ്ഞ് നമ്മൾ ചീസിൻ്റെ എഡ്ജസ് വളരെ അത്യാവശ്യം ഡാർക്കായിട്ട് കൊടുക്കണം. എന്നിട്ട് ആ ചീസ് ഒരു അൺഈവൻ സർഫസ് ആയിരിക്കുമല്ലോ, അപ്പോൾ അതനുസരിച്ചുള്ള ഷെയ്ഡിങ് ആയിരിക്കണം. റിഡ്ജസും അതുപോലെ ഷെയ്ഡ് ചെയ്ത് ഇങ്ങനെ കൊടുക്കണം. നമ്മളിങ്ങനെ എന്താ പറയുക, അവിടെ അടുത്ത ചീസാണ് വരുന്നത്. അടുത്ത ചീസിൻ്റെ ലെയർ ഷെയർ ചെയ്ത് കൊടുക്കുന്നു. അതിൻ്റെ എഡ്ജസ് ഏകദേശം ഡാർക്കായിട്ട് തന്നെ ഇങ്ങനെ വരയ്ക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് എഡ്ജസ് നമ്മൾ ആ പ്രഷർ പോയിൻറ്റിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. വളരെ ലൈറ്റായിട്ട് വേണം. അത് കഴിഞ്ഞ് റിഡ്ജസിന് കുറച്ച് ഡോട്ട്സൊക്കെ ഇട്ട് ആ റൗണ്ട് പോർഷനൊക്കെ കുറച്ച് അൺഈവൻ സർഫസായിട്ട് എടുത്ത് കാണിക്കുന്ന രീതിയിൽ ചെയ്ത് കഴിഞ്ഞിട്ട് ഷാഡോ വരുന്ന റീജിയൻ അല്പം ഡാർക്കാക്കുക. താഴത്തെ എഡ്ജസ് നിങ്ങൾ സിംഗിളായിട്ട് ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈൻസൊക്കെ വരച്ച് കഴിയുമ്പോഴത്തേക്കും താഴത്തെ ആ ഒരു ബ്രെഡിൻ്റെ ഒരു ടെക്സ്ചർ വരും. മേൽഭാഗം വരയ്ക്കുമ്പോഴാണ് നമ്മൾ ഏകദേശം അതുപോലൊക്കെ തന്നെ വരയ്ക്കും. പക്ഷേ എങ്കിലും അതിൻ്റെ ഓവൻ ഷേപ്പ് വരുന്ന രീതിയിലായിരിക്കും. അപ്പം നമ്മൾ എടുക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ഒരു സൈഡിൽ നിന്ന് എഡ്ജസ് എപ്പോഴും ഡാർക്ക് ടു ലൈറ്റ് പോലെ പോയി കഴിയുമ്പോഴേ അതിൻ്റെ ഒരു ഭംഗി വരത്തുള്ളൂ. പോലെ ഇവിടെ ഡാർക്കായി, ഇവിടെ ലൈറ്റായി. അതിനുശേഷം നമ്മൾ മേൽവശം വരയ്ക്കുമ്പം ജസ്റ്റ് ഇങ്ങനെ വളരെ തിൻ ലെയറായിട്ട് വരുന്ന രീതിയിൽ, വളരെയും തിൻ ലെയറായിട്ട് വരുന്ന രീതിയിലായിരിക്കും വരിക. അതിനുശേഷം കുഞ്ഞു സീഡ്സ് ഇട്ട് കൊടുക്കുക. ചിത്രം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.